إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം പറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സുഹൃത്തുക്കളെ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ യഥാവിധം സൂക്ഷിക്കേണ്ട മുറപ്രകാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ആദ്യമായി സ്വന്തം നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ വസിയ്യത്ത് നൽകുകയാണ്, ഉണർത്തുകയാണ്. സർവശക്തനായ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും അവന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നമ്മൾ എന്തുമാത്രം ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്നത്, ഞാൻ നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്താൽ എന്റെ ദൗത്യം പൂർത്തിയായി, വേറൊന്നും ചെയ്യേണ്ടതില്ല എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ കേവലം ഇത് മാത്രമാണോ മുസ്ലിമായ തൗഹീദുള്ള നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ മാതൃകയാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയത് ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാഅ അലന്നാസ്. ആ റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാണ്. നിങ്ങൾ മാതൃക സ്വീകരിക്കേണ്ടത് ആ പ്രവാചകനിൽ നിന്നാണ്.
ആ പ്രവാചകൻ 23 വർഷക്കാലം ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തുവോ, എങ്ങനെയാണോ ഈ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിച്ചത്, ആ രൂപത്തിൽ നിങ്ങൾ മാതൃകയാക്കേണ്ടത് പ്രവാചകനെയാണ്. അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാണ്. മുഅ്മിനീങ്ങളായ നിങ്ങൾ മറ്റുള്ള ജനങ്ങൾക്ക് സാക്ഷികളാണ്. അപ്പോൾ നമ്മൾ പ്രവാചകനിലേക്ക് നോക്കണം. പ്രവാചകൻ ദൗത്യം എന്തായിരുന്നു? അല്ലാഹു തആല പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനിൽ, ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട് എല്ലാ വിഷയത്തിലും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരുപാട് വിപ്ലവങ്ങൾ നടത്തിയിട്ടുണ്ട്. അഥവാ ഈ ഭൂമിയിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒരുപാട് പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തത് ശിർക്കിൽ നിന്നുള്ള നിർമാർജനം. വിഗ്രഹ ആരാധനയിൽ നിന്ന്, മനുഷ്യൻ എത്തിപ്പെടുന്ന ആ വിഗ്രഹ ആരാധനയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ചെടുത്ത് യഥാർത്ഥമായ തൗഹീദിന്റെ മാർഗത്തിലേക്ക്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആ തൗഹീദിന്റെ മാർഗത്തിലേക്ക് ഒരു സമൂഹത്തെ ഒന്നടങ്കം കൊണ്ടുവന്നു. ആ നാട്ടിൽ തൗഹീദ് സ്ഥാപിച്ചു എന്നുള്ളതാണ് പ്രവാചകൻ ഒന്നാമതായി നടത്തിയ വിപ്ലവം. അതാണ് പ്രവാചകൻ കൽപ്പിച്ചതും. പ്രവാചകൻ തന്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ലാ തദഅ തിംസാലൻ ഇല്ലാ തുമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഓ അലിയെ, നീ നാട്ടി നിർത്തപ്പെട്ട ഒരു ബിംബത്തെയും അതിനെ തച്ചുടക്കാതെ വിട്ടുകളയാൻ പാടില്ല. അതുപോലെ കെട്ടി ഉയർത്തപ്പെട്ട ഒരു ഖബറിനെയും സമനിരപ്പാക്കാതെ വിട്ടുകളയാൻ പാടില്ല. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാര്യമായിരുന്നു. നമുക്കറിയാം, പ്രവാചകൻ മക്കയിൽ ഈ തൗഹീദുമായി വരുമ്പോൾ ആ മക്കയിൽ അവർ വെച്ചുകൊണ്ട് പൂജിക്കുന്ന വിഗ്രഹങ്ങളുടെ പേരിലാണ് അവർ വിശ്വാസികളെ ആക്രമിച്ചത്. വിളിക്കട ലാത്തയെ, വിളിക്കട ഉസ്സയെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഗ്രഹത്തിന്റെ പേരിലാണ് അവിടെയുള്ള വിശ്വാസികളെ മർദ്ദിച്ചത്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത് ഏതൊരു വിഗ്രഹത്തിന്റെ പേരിലാണോ ആ സമൂഹത്തെ, വിശ്വാസികളെ മർദ്ദിച്ചത്, അതേ വിഗ്രഹത്തെ തന്നെ, ആ വിഗ്രഹങ്ങളെ തന്നെ മക്ക വിജയ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കയ്യിലുണ്ടായിരുന്ന വില്ലുകൊണ്ട് 360 എന്ന് പറയപ്പെടും എല്ലാ വിഗ്രഹങ്ങളും ഓരോന്നോരോന്നായി തച്ചുടച്ച് ആ മക്കയിലെ ആ കഅബാലയത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതിയിട്ട് ശുദ്ധീകരിക്കുകയാണ്. ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞു പോയിരിക്കുന്നു. അസത്യം അത് മാഞ്ഞു പോകേണ്ടത് തന്നെയാണ്, നശിച്ചു പോകേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ആ ശിർക്ക് പരിപൂർണമായിട്ട് നിർമാർജനം ചെയ്തിട്ടാണ് പ്രവാചകൻ വിട പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ വിപ്ലവം ശിർക്കിൽ നിന്നുള്ള വിമോചനം, തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്ര സ്ഥാപനം. അത് പ്രവാചകൻ അവിടുത്തെ 23 കൊല്ലക്കാലം കൊണ്ട് നടത്തിയിട്ട് പോയി. രണ്ടാമത്തത് മനുഷ്യർക്കൊക്കെ ആവശ്യമുള്ള നിർഭയത്വം. ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ, ഏത് മനുഷ്യനായാലും അവർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ നിർഭയത്വം വേണം. പേടിയില്ലാതെ, സ്വസ്ഥമായി, ആരെയും ഭയപ്പെടാതെ, ശത്രുവിനെ ഭയപ്പെടാതെ ജീവിക്കാനുള്ള നിർഭയത്വം, സമാധാനമായ അന്തരീക്ഷം ഭൂമിയിൽ വേണം. അതില്ലാത്ത കാലഘട്ടമായിരുന്നു പ്രവാചകന്റെ കാലഘട്ടം. അത് പ്രവാചകൻ സ്ഥാപിച്ചെടുത്തു. നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. അല്ലാഹുവേ, ഈ നാടിനെ, ഈ മക്ക എന്ന് പറയുന്ന നാടിനെ നിർഭയത്വമുള്ള, പേടിയില്ലാത്ത നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ മക്കക്കാർക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞപ്പോൾ ഈ നിർഭയത്വത്തെ കുറിച്ച് പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, ഫൽയഅബുദു റബ്ബ ഹാദൽ ബൈത്ത്. ആകയാൽ അവർ ഈ ബൈത്തിന്റെ, ഈ കഅബാലയത്തിന്റെ രക്ഷിതാവിനെ അവർ ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ. ആരാണ് ആ റബ്ബ്? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്.
ആരാണ് റബ്ബ്? അവർക്ക് അവരുടെ വിശപ്പിന് ഭക്ഷണം നൽകിയവനും അതുപോലെ തന്നെ അവരുടെ പേടിക്ക് ശേഷം നിർഭയത്വം നൽകിയ, പേടിയില്ലാത്ത സുരക്ഷിതമായ ഒരു അവസ്ഥ അവർക്ക് നൽകിയ ആ റബ്ബിന്റെ ഈ കഅബാലയത്തിന്റെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ, ഇബാദത്ത് ചെയ്തു കൊള്ളട്ടെ എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പോൾ വലിയ അനുഗ്രഹമാണ് നിർഭയത്വം എന്ന് പറയുന്നത്. ആ നിർഭയത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ചെടുത്തു. നമുക്കറിയാം, ആദ്യ കാലഘട്ടത്തിൽ നിർഭയത്വമില്ലായിരുന്നു. തൗഹീദ് സ്വീകരിച്ച ആളുകളെ മർദ്ദിക്കുക പതിവായിരുന്നു. മാത്രമല്ല, യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടം. അവരിലെ ശക്തന്മാർ, നല്ല താക്കത്തുള്ളവർ, അവർ ദുർബലരെ അടിച്ചമർത്തിക്കൊണ്ട് എങ്ങും അരാജകത്വം മാത്രമായിരുന്ന, പേടി മാത്രമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ ഈ നിർഭയത്വത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഒരിക്കൽ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നു. അദ്ദേഹം വലിയ പീഡിപ്പിക്കപ്പെട്ട, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ തീയിൽ കിടത്തിയിട്ട് അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ തീ കൊണ്ട് അദ്ദേഹത്തിന്റെ പുറംഭാഗമൊക്കെ ഇങ്ങനെ ആ മാംസമൊക്കെ ഉരുകിപ്പോയിട്ടുണ്ട്, വികൃതമായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ ഈ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ പ്രവാചകനോട് പരാതി പറയുന്നത്, പ്രവാചകരെ, അലാ തൻതസിറു ലനാ അലാ തദ്ഉ ലനാ, നബിയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഒരു നിർഭയത്വം ഉണ്ടാകാൻ, വിജയമുണ്ടാകാൻ, ഇസ്ലാമിന് ആധിപത്യം കിട്ടാൻ, സമാധാനമുണ്ടാകാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അള്ളാഹുവിനോട് സഹായത്തിന് വേണ്ടി നിങ്ങൾ തേടുന്നില്ലേ എന്ന് പ്രവാചകനോട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് വാഗ്ദാനം ചെയ്യുന്നത്, നിങ്ങളുടെ മുൻഗാമികളിൽ ഒരു വിശ്വാസിയെ കൊണ്ടുവന്നിട്ട് ജീവനോടെ ഒരു കുഴിയിൽ ഇങ്ങനെ നിർത്തിയിട്ട്, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ, മുസ്ലിം ആയതിന്റെ പേരിൽ അങ്ങനെ കുഴിയിൽ നിർത്തിയിട്ട് ഒരു ഈർച്ചവാളുകൊണ്ട് തല മുതൽ കാൽപാദം വരെ രണ്ടും പിളർപ്പാക്കുമായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങളുടെ മുൻഗാമികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അത്രയൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവരെ മതത്തിൽ നിന്നും ദീനിൽ നിന്നും ഒരിഞ്ച് പോലും വ്യതിചലിപ്പിക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ അറിയുക, വല്ലാഹി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ, അല്ലാഹുവാണ് സത്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഏത് കാര്യത്തെ? ഇസ്ലാമിനെ. റസൂലുള്ളാഹി പ്രബോധനം ചെയ്യുന്ന ആ ഇസ്ലാമിനെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. ഞാൻ കൊണ്ടുവന്ന ഈ തൗഹീദ്, ഇസ്ലാം, ഈ മക്കയിൽ നിന്ന് തന്നെ ശത്രുക്കൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാം ആകുന്ന കാര്യത്തെ അല്ലാഹു തആല പൂർത്തീകരിക്കാതിരിക്കുകയില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഹത്താ യസീറ الراكب من صنعاء الى حضرموت, സ്വൻആയിൽ നിന്നും ഹളർമൗത്ത് വരെ പോകുന്ന ഒരു യാത്രക്കാരൻ, രണ്ട് വലിയ പ്രദേശമാണ്, ദൂരദൂരെയുള്ള പ്രദേശമാണ്. ആ സ്വൻആയിൽ നിന്നും ഹളർമൗത്തിലേക്ക് പോകുന്ന ഒരു യാത്രക്കാരൻ, ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിബ ഗനമിഹി വലാകിന്നകും തസ്തഅജിലൂൻ, ആ യാത്രക്കാരന് ഒരു പേടിയുമില്ലാതെ അല്ലാഹുവിനെ മാത്രം പേടിക്കുന്ന അവസ്ഥയിൽ, മാത്രമല്ല അവന്റെ ആടുകളെ ചെന്നായ പിടിക്കുമെന്ന പേടിയല്ലാതെ, അല്ലാഹുവിനെയും അവന്റെ ആടുകളെ പിടിക്കുന്ന ചെന്നായയും അല്ലാതെ മറ്റൊരാളെയും പേടിക്കാതെ നിർഭയത്വത്തോടുകൂടി സ്വൻആയിൽ നിന്നും ഹളർമൗത്ത് വരെ ഒരു യാത്രക്കാരനെ സഞ്ചരിക്കാൻ പറ്റുന്ന വിധം ഈ ഇസ്ലാമാകുന്ന ഈ കാര്യത്തെ അല്ലാഹു തആല വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അഥവാ ഇസ്ലാം ലോകത്ത് വ്യാപിക്കും, ഇസ്ലാമിന് ആധിപത്യം കിട്ടും. ആ ആധിപത്യം കിട്ടുന്നതിലൂടെ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകും, നിർഭയത്വം ഉണ്ടാകും, കൊലപാതകം ഉണ്ടാവുകയില്ല, പിടിച്ചുപറി ഉണ്ടാവുകയില്ല, സകല അരാജകത്വവും മാറി
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന് നിർഭയത്വം നൽകും. പക്ഷേ വലകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. ഇപ്പൊ തന്നെ ആവണമെന്ന് നിങ്ങൾ ധൃതി കാണിക്കുന്നു, പക്ഷേ സമയമെടുക്കും. പക്ഷേ ഈ കാര്യത്തെ അല്ലാഹു തആല പൂർത്തീകരിക്കും, വിജയിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരന്മാർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പൊ അതിലൂടെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിർഭയത്വമാണ്. നിർഭയത്വമുള്ള അന്തരീക്ഷം, ആ നിർഭയത്വം ഇസ്ലാമിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേടിയെടുത്തു, ഉണ്ടാക്കി കൊടുത്തു. ആ വിപ്ലവമാണ് രണ്ടാമത് പ്രവാചകൻ ഉണ്ടാക്കിയെടുത്ത വിപ്ലവം, നിർഭയത്വം, സമാധാനം. അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? കേവലം ആളുകളെ വഴുതു പറഞ്ഞ് തസ്കിയത്ത് നടത്തിയിട്ടാണോ എല്ലാ ആളുകളെയും സമാധാനത്തിന്റെ ആളുകളാക്കി മാറ്റിയത്? അല്ല. അങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ ആളുകളെയും വഴുതു പറഞ്ഞ് തസ്കിയത്ത് നടത്തി നന്നാക്കാൻ സാധ്യമല്ല. മറിച്ച് അവിടെ ചില നിയമങ്ങൾ കൊണ്ടുവന്നു. വ്യഭിചരിച്ചവനെ എറിഞ്ഞുകൊല്ലുക, 100 അടി അടിക്കുക, കക്കുന്നവന്റെ കൈമുറിക്കുക, കൊന്നവനെ ആ ഭരണകൂടം തിരിച്ചു കൊല്ലുക. അങ്ങനെയുള്ള ഒരു നിയമം, അഥവാ ഇസ്ലാമിന്റെ ഒരു നിയമം, ആ സംവിധാനം അവിടെ കൊണ്ടുവന്നിട്ട് തുല്യമായ ശിക്ഷ നടപ്പിലാക്കിയതോടുകൂടി അവിടെ നിർഭയത്വം ഉണ്ടായി. ഒരുപാട് ആളുകൾ അവർ മനസ്സ് മാറിയിട്ട് തൗഹീദിലേക്ക് വന്നു. അത് മാറാത്തവർ, സത്യനിഷേധികൾ, ഈ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് അവർ ശാന്തരായി ജീവിക്കാൻ തുടങ്ങി. ഇതാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയെടുത്ത രണ്ടാമത്തെ വിപ്ലവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ വിപ്ലവം മനുഷ്യർക്കിടയിൽ അനിവാര്യമായ സമത്വം എന്ന് പറയുന്ന വിപ്ലവം. മനുഷ്യരെല്ലാം സമന്മാരാണ്. ഒരിക്കലും ജാതീയത, അവൻ മേൽജാതിക്കാരനാണ്, ഇവൻ കീഴ്ജാതിക്കാരനാണ്, അവൻ മേൽവർഗക്കാരനാണ്, ഇവൻ കീഴ്വർഗക്കാരനാണ് എന്നൊരു അവസ്ഥ ലോകത്ത് മുഴുവനും നിലനിൽക്കുന്നുണ്ട്. അത് പണ്ടും ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നും ഫലസ്തീനിൽ പിഞ്ചോമന കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത് ഈ ജാതീയതയുടെ പേരിലാണ്, അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ. ഞങ്ങളാണ് ഉന്നതന്മാർ, ഞങ്ങൾ അല്ലാഹുവിന്റെ അടുപ്പക്കാരാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്. യഹൂദികളുടെ വാദം എന്താണ്? ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, ഞങ്ങൾ നരകത്തിലേക്ക് പ്രവേശിക്കൂല, നരകത്തിലേക്ക് കടന്നാൽ തന്നെ കുറച്ചു കാലം മാത്രമേ നരകത്തിൽ കടക്കൂ, ഞങ്ങൾ പുറത്തു വരും എന്നിങ്ങനെയുള്ള വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് അവരല്ലാത്ത മറ്റുള്ള എല്ലാ വിഭാഗക്കാരും അവരുടെ കണ്ണിൽ അവർ പുഴുക്കളെ പോലെയാണ്, മനുഷ്യരായി ജീവിക്കാൻ അവകാശമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഈ അക്രമമൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും മുമ്പതുണ്ടായിരുന്നു തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൃഷ്ടിയിൽ കണ്ടാൽ പോലും അശുദ്ധമുള്ളവർ, കണ്ടാൽ പോലും താഴ്ജാതിക്കാരനെ കണ്ടാൽ പോലും അശുദ്ധിയായി, തൊടാൻ പാടില്ല. ആ ഒരു സംവിധാനമൊക്കെ നമ്മുടെ രാജ്യത്തും പണ്ടുണ്ടായിരുന്നു. ഇസ്ലാമാണ് അതിനെല്ലാം നീക്കി സമത്വം, എല്ലാ ആളുകളും തുല്യരാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അലാ ഇന്ന റബ്ബക്കും വാഹിദ്, മനുഷ്യരെ, നിങ്ങളുടെ ഉപ്പ ഒരുത്തനാണ്. ആദമാണ് നിങ്ങളുടെ ബാപ്പ, ഉപ്പ. നിങ്ങളുടെ റബ്ബ് ഏകനാണ്. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. അതുപോലെ നിങ്ങളുടെ പിതാവ് ഒരുത്തനാണ്. അലാ ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അഅജമിയ്യിൻ, അറിയണം, ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ യാതൊരു ഫദ്ലുമില്ല. ഒരു അറബിക്കും ഒരു അനറബിയേക്കാളും യാതൊരു ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ. ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ. ഈ സമത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. അതെ, ഒരു മനുഷ്യൻ അറബി ആയതുകൊണ്ട് അവൻ ശ്രേഷ്ഠനാണ്, അറബി അല്ലാത്തത് കൊണ്ട് അവൻ നീചനാണ്, താഴ്ന്ന ജാതിക്കാരനാണ് എന്നൊന്നുമില്ല. വെളുത്തവനായതുകൊണ്ട് അവൻ പ്രത്യേകം പരിഗണിക്കപ്പെടണം, കറുത്തനായതുകൊണ്ട് അവൻ താഴ്ന്ന ജാതിക്കാരനാണ് എന്നൊന്നുമില്ല. എല്ലാവരും തുല്യരാണ്. ആർക്കാണോ തഖ്വയുള്ളത്
അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ആരാണോ മനുഷ്യരുടെ കൂട്ടത്തിൽ ഭയപ്പെടുന്നത് അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതൻ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വജഅൽനാകും ശുഊബൻ ലിഖബാഇൽ ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങളെ നാം പല നാട്ടുകാരും രാജ്യക്കാരും ഗോത്രക്കാരുമാക്കി നിങ്ങളെ നാം ഇങ്ങനെ മാറ്റിയത്. നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാകാൻ വേണ്ടിയാണ്. അതിന് മാത്രമാണ് നിങ്ങൾ നാം വിവിധ ദേശക്കാരാക്കിയത്, ഭാഷക്കാരാക്കിയത്. എന്നാൽ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവർ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത്, തഖ്വയോടുകൂടി ജീവിക്കുന്നത്, അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയൻ എന്നുള്ള ഈ സമത്വം, ഈ തുല്യത, മനുഷ്യർക്കിടയിലുള്ള തുല്യതയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഇന്നും ലോകത്ത് ഇസ്ലാം ഇങ്ങനെ വർദ്ധിച്ചു, ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വ്യാപിച്ചത് ഇങ്ങനെയുള്ള ഈ സമത്വവും ഈ തുല്യത കണ്ടുകൊണ്ട് സുന്ദര ഭാവം കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ അവിടെ രാജാവ് വന്നാലും ഒരു ഫക്കീർ വന്നാലും ആരാണോ ആദ്യം വരുന്നത്, ഒരു ഫക്കീറാണ് മുന്നിൽ വരുന്നതെങ്കിൽ അവൻ മുന്നിൽ നിൽക്കണം. രാജാവ് പിന്നെ വന്നാൽ പിന്നിൽ നിൽക്കണം. അവിടെയൊക്കെ തുല്യരാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള സന്ദേശം, ഈ തുല്യത മനോഭാവം ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയെടുത്ത മൂന്നാമത്തെ വിപ്ലവമായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത നീഗ്രോ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഉമയ്യത്ത് എന്ന് പറയുന്ന വലിയ ധനികന്റെ അടിമയായിരുന്നു. വസ്ത്രം പോലും ധരിക്കാതെ ഉമയ്യത്തിന്റെ ഒട്ടകങ്ങളെ മേച്ചുകൊണ്ട് നടന്ന് ആ ഒട്ടകത്തിന്റെ കൂട്ടിൽ തന്നെ രാത്രി അന്തിയുറങ്ങുന്ന, ആ ചാണകത്തിൽ തന്നെ കിടന്നുറങ്ങുന്ന, ഒരു നിലയും വിലയുമില്ലാത്ത ഒരു അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ സമത്വത്തെ കുറിച്ച് പറയുന്ന ഒരു സുന്ദരമായ ആദർശം പറയുന്ന ഒരു പ്രവാചകൻ കടന്നു വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി പുറപ്പെടുകയാണ്. എന്തിനാണ് രാത്രി പോകുന്നത്? ഉടുക്കാൻ വസ്ത്രമില്ല. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ കറുപ്പാണ്. ആ രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹം ഇങ്ങനെ തപ്പിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയിട്ട് റസൂലുള്ളാഹിന്റെ കതകിൽ മുട്ടി. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കണ്ടപാടെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, എന്റെ ജീവിതത്തിൽ എന്നെ അടുപ്പിച്ചത് ഈ ഒരു മനുഷ്യനായിരുന്നു, അത്രമാത്രം എന്നെ ആരും അടുപ്പിച്ചിരുന്നില്ല. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിജയ ദിവസം കഅബാലയത്തിലേക്ക് കയറി ബാങ്ക് വിളിക്കാൻ വേണ്ടി സ്വന്തം കൈ ഇങ്ങനെ വെച്ചുകൊടുത്ത് പ്രവാചകന്റെ കയ്യിൽ ചവിട്ടിയിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുന്നത്. അത്രമാത്രം സുന്ദരമായ ഈ ആദർശം ലോകത്ത് ആളുകളെ ഈ ആദർശത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ഒഴുകി വരുവാൻ കാരണമാക്കി. അതാണ് പ്രവാചകൻ ലോകത്ത് നേടിയെടുത്ത വിപ്ലവം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ആ പ്രവാചകൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മാതൃകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കേവലം നമസ്കരിച്ച് നോമ്പ് നോറ്റ് സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ നമ്മൾ ജീവിച്ചാൽ വിജയിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. മറിച്ച് നമ്മൾ മുസ്ലിങ്ങളാണ്. അള്ളാഹു നമുക്ക് ഈ ആദർശം നൽകി, നമ്മൾ മുസ്ലിങ്ങളാക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രവാചകനെ മാതൃകയാക്കി, ആ പ്രവാചകന്റെ 23 കൊല്ലക്കാലം പ്രവാചകൻ പ്രവർത്തിച്ച ഓരോ സംഭവങ്ങളും വിപ്ലവങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മളും അത് ചെയ്യണം. നമ്മളെ കൊണ്ട് ഇസ്ലാമിന് അത്രമാത്രം ഉപകാരമെങ്കിലും ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ പഠിക്കുവാനും പ്രാവർത്തിക രൂപത്തിൽ കൊണ്ടുവരുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ യഥാവിധം സൂക്ഷിക്കേണ്ട പ്രകാരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഒരു ആവർത്തി കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. സർവശക്തനായ കാരുണ്യവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട പ്രവാചകൻ നടത്തിയ വിപ്ലവങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിപ്ലവം ഉണ്ടാക്കിയത് കേവലം തസ്ബീഹത്ത് നടത്തിയിട്ടും വഅദ് പറഞ്ഞിട്ടും മാത്രമല്ല, മറിച്ച് പ്രവാചകന്റെ ലക്ഷ്യം എന്തായിരുന്നു, അഥവാ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹിക ക്രമം, ഒരു ആധിപത്യം, വിശുദ്ധ ഖുർആനിന്റെ ഭരണഘടന അനുസരിച്ചുള്ള ഒരു സാമൂഹിക ക്രമം, ഒരു ആധിപത്യം ഭൂമിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് തുടക്കം മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷ്യമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ മാത്രമേ ഈ വിപ്ലവങ്ങൾ നടത്താൻ സാധിക്കൂ, അല്ലെങ്കിൽ സാധ്യമല്ല. നമുക്കിന്നറിയാം, എത്ര നമ്മൾ ശ്രമിച്ചാലും അധികാരമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രവാചകൻ അവിടുത്തെ നുബുവത്തിന്റെ ഒന്നാമത്തെ നാൾ മുതൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, മനുഷ്യരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഇതാണ് പ്രവാചകൻ പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് നമ്മളൊക്കെ മനസ്സിലാക്കിയ തൗഹീദാണെന്ന് പറയുന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു. ഒരിക്കൽ ഖുറൈശികളെല്ലാം പ്രവാചകന്റെ അടുക്കലേക്ക് അബൂ ത്വാലിബിന്റെ അടുക്കലേക്ക് വന്നു. അബൂ ത്വാലിബ് പ്രവാചകന്റെ ഇളയുപ്പ. എന്നിട്ട് പറഞ്ഞു, നിങ്ങള് മുഹമ്മദിനെ തടയണം, അവൻ കുഴപ്പമുണ്ടാക്കുകയാണ്, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുകയാണ്, നിങ്ങൾ തടയണം, അല്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും, ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവർ പോയി അബൂ ത്വാലിബ് റസൂലുള്ളാഹിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, നിന്റെ ആളുകൾ, നിന്റെ നാട്ടുകാർ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് മയപ്പെടുത്തണം, നീ ഒന്ന് മിണ്ടാതിരിക്കണം, ഇങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, നീ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ എളാപ്പനോട് പറയുന്നത്, എന്റെ പ്രിയ എളാപ്പ, എന്താണ് ഞാൻ അവരോട് പറഞ്ഞത്? ഞാൻ ഒരു കലിമത്തല്ലേ പറയാൻ പറഞ്ഞത്, ഒരു കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് മാത്രം നിങ്ങൾ പറയുകയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നല്ലേ ഞാൻ പറഞ്ഞത്? വേറൊന്നും പറഞ്ഞോ? അത് പറഞ്ഞാൽ എന്താണ് അവർക്ക് ലഭിക്കുന്നത്? ഉരീദു ബിഹിം കലിമ വാഹിദ, ഒരു കലിമത്ത്, ആ കലിമത്ത് അവർ പറഞ്ഞാൽ തദീനു ലഹു ഇദാ ഖുൽതുമുഹാ തദീനു ലഹുൽ അറബ്, അറബികൾ മുഴുവനും ഇവർക്ക് കീഴൊതുങ്ങും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പ്രഖ്യാപിച്ചാൽ മുഴുവൻ അറബികളും ഇവർക്ക് കീഴൊതുങ്ങും. വയുഅദ്ദി ഇലൈഹിമുൽ അജമു അൽ ജിസിയ, അനറബികളായിട്ടുള്ള ആളുകൾ, അറബികളല്ലാത്ത മറ്റു ദേശക്കാർ, മറ്റു രാജ്യക്കാർ, അവരെല്ലാവരും ഇവർക്ക് ജിസിയ നൽകും, കപ്പം നൽകും. അഥവാ ആ നാട്ടിലും ഇസ്ലാമിന്റെ ആധിപത്യം വരും. അറബികളും അനറബികളും ഇവർക്ക് കീഴൊതുങ്ങും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിലൂടെ എന്താണ് സഹോദരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രയോഗിക്കുന്ന രൂപത്തിൽ പ്രയോഗിച്ചാൽ ഈ ഒരു സാമൂഹിക ക്രമം, ഈ ആധിപത്യം, ഇസ്ലാമിന്റെ ആധിപത്യം ലോകത്ത് വരും എന്ന് പ്രവാചകൻ പറയുകയും അവിടുത്തെ 23 കൊല്ലക്കാലം കൊണ്ട് പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്ത് അവിടുന്ന് മരണപ്പെടുമ്പോൾ കേവലം പ്രവാചകൻ ഒരു ഖതീബായിട്ട്, ഇമാമായിട്ട്, വഅദ് പറയുന്ന ഉസ്താദായിട്ട് മാത്രമല്ല പ്രവാചകൻ വിട പറഞ്ഞത്, മറിച്ച് മക്കയും മദീനയും അടങ്ങുന്ന വലിയ ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള അറബ് ദേശത്തിന്റെ ഭരണാധികാരിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറഞ്ഞത്. ആ പ്രവാചകൻ പറഞ്ഞ ആ ഒരു വിഷയം നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സാധിച്ചെടുത്തു. ഇത് പ്രവാചകൻ മാത്രം ബാധകമല്ല, മറിച്ച് പിന്നീട് വന്ന ഖുലഫാഉ റാഷിദീങ്ങൾ അവർ മക്കക്ക് പുറത്തു കടന്നു. റോമയും പേർഷ്യയും ഫലസ്തീനും ഒക്കെ ഇസ്ലാമിന്റെ ആധിപത്യത്തിലേക്ക് അവർ കൊണ്ടുവന്നു. യഥാർത്ഥ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച്
അതിലൂടെ എന്താണ് നേടേണ്ടതെന്ന് അവർ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടായത്. അതാണ് സഹോദരങ്ങളെ, ഈ നേരത്തെ പറഞ്ഞ ആ വിപ്ലവങ്ങൾ ശിർക്കിൽ നിന്നും നിർമാർജനം, തൗഹീദിന്റെ സംസ്ഥാപനം, നിർഭയത്വം, സമത്വം ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ആധിപത്യം, സാമൂഹിക ക്രമം, വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലൂടെ സാമൂഹിക ക്രമം കൊണ്ടുവന്നാലേ സാധിക്കുകയുള്ളൂ, അല്ലാത്ത പക്ഷം സാധ്യമല്ല എന്ന് ചരിത്രം സത്യസന്ധമായി നിനക്ക് പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിന് എത്രമാത്രം നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം അതിനുവേണ്ടി നാം പണിയെടുക്കുക, നമ്മുടെ മുൻഗാമികൾ പണിയെടുത്തതുപോലെ. എങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആക്കും വസിയത്ത് ചെയ്ത ഒരുപാട് രോഗികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബാധിച്ച ചെറുതും വലുതുമായിട്ടുള്ള സകല രോഗങ്ങൾക്കും ശമനം നൽകി പരിപൂർണമായ ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തുമേകി അവരെയും നമ്മയും ഉന്നതമാകുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുജാഹിദായിക്കൊണ്ട് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുക്കലുള്ള ഷഹീദിന്റെ പ്രതിഫലം നേടി മരണപ്പെട്ടു പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിർ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.